ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര മൈലാഞ്ചിയാണ്. ഇത് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഇന്ന് ശർക്കരയും പഞ്ചസാരയും കൂടി ചേർന്നിട്ടുള്ളൊരു മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ശർക്കര നല്ലവണ്ണം പൊടിച്ചെടുത്തത്. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ചെറിയ ജീരകം. നമ്മുടെ മൈലാഞ്ചിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജീരകം ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഞാനിവിടെ 2 സ്പൂൺ ചായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ മൈലാഞ്ചിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചായപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല കേട്ടോ. നമ്മുടെ പാത്രത്തിന് എത്രയാണ് ആവശ്യം അത്രയും എടുത്താൽ മതി. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ളൊരു ടിന്ന് വേണം. ഇതാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ടിന്ന്. ഇനി നമുക്ക് ആ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നടുഭാഗം ഒഴിച്ച് ഇതിൻ്റെ അരികിലൂടെ വേണം നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ നടുഭാഗത്താണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. ഇതിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സാണ്. ഈ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് വേണം നമ്മൾ എടുക്കാൻ. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. ഈ ടിന്നിൽ നിന്ന് പുറത്തേക്ക് ആവി പോകാത്ത പാത്രമായിരിക്കണം. ഞാനിവിടെ ഈ ടിന്നിൻ്റെ അടപ്പ് തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ കൂടുതലായി ആവി പുറത്തേക്ക് പോവില്ല. ഇനി ഈ ടിന്നിനെ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഇതിൻ്റെ മുകളിലുള്ള അടപ്പിലേക്ക് ഞാൻ 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടിന്നിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം, ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. 20-25 മിനിറ്റ് വേണ്ടി വരും നമുക്കിത് റെഡിയായി കിട്ടാൻ. ഇത് ചെയ്തെടുക്കുമ്പോൾ പുറത്തേക്ക് ആവി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആവിയാണ് നമുക്ക് മൈലാഞ്ചിയായി ഗ്ലാസ്സിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിലുള്ള വെള്ളത്തിൽ ബബിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമുക്കൊരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് തുറന്ന് നോക്കാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് ഇതിൻ്റെ മേലെ വെച്ച പാത്രത്തിലുള്ള വെള്ളം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പഴയ ശീല എടുത്ത് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. നമ്മുടെ ശർക്കര മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല കളറിൽ തന്നെ. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കളറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ളൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യുക. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാൻ, നല്ല ടൈറ്റ് ആവാൻ പാടില്ല. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇത്ര തിക്നെസ്സേ പാടുള്ളൂ. ഇനി ഈ മൈലാഞ്ചി ഇടാം. ഞാനിപ്പോൾ ഇവിടെ മോളെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. രാത്രി കിടക്കുന്ന ടൈമിൽ ഇട്ടതിന് ശേഷം രാവിലെ കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇവിടെ നല്ല റെഡ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു തവണ ഇട്ടതാണ്. ഇനി നമ്മൾ 2 തവണയൊക്കെ ഇടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കളർ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.